ഹലോ. ഇന്നലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിയാത്തത് കൊണ്ട് ഡിലേ ആയിപ്പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ BNI മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ വയനാട്ടിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലൂബെൽ റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റൂഫിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ അന്ന് അതിൻ്റെ മെഷർമെൻറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ പോയിരുന്നു. അപ്പോൾ ഈ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് കേട്ടോ റിസോർട്ട് ബ്ലൂബെൽ. ഈ ഒരു ഏരിയ ആണ് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ മേലേക്ക് 2 ട്രീ ഹൗസുകളാണ് ഉള്ളത്. അപ്പോൾ ഈ താഴത്തെ സെക്ഷന് പുതിയതാക്കി കൊണ്ടുവന്നതാണ്, പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഞങ്ങളന്ന് വന്ന സമയത്ത് ഇതിൻ്റെ ചുമരിലൊക്കെ ഈ ഒരു കൊത്തുപണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ബബിൾ പോലുള്ള ഒരു റൂമിലായിരുന്നേ. അതിൽ നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈവറ്റ് ആയിട്ടൊരു പൂളുണ്ട്. പിന്നെ മേലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ട്രീ ഹൗസ്, അതാണ് കേട്ടോ ഇത്. 2 എണ്ണം ഉണ്ട്. ഞങ്ങൾ ഒന്നിൻ്റെ മാത്രം ഉള്ളിൽ കയറി. അവിടെ അന്ന് ഗസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേലെ കയറി നോക്കിയിട്ടോ. അതിനുള്ളിൽ ഇങ്ങനെ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള കൊത്തുപണികൾ ഉണ്ടായിരുന്നു. അതായത് പുറത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഇനിയോ. അതേപോലെ തന്നെ ഇവിടെ എല്ലാ ഏരിയകളിലും ഇതേപോലെയുള്ള കൊത്തുപണികളുണ്ട്. ഇങ്ങനെ ഞങ്ങൾ 3 തട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ. അപ്പോൾ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് അതിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടോ. ശരിക്കും കയറുമ്പോൾ തല കറങ്ങും. കാരണം ഇത് സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല ഹൈറ്റ് തോന്നിക്കുന്നുണ്ട്. ഞാനിങ്ങനത്തെ ഹൈറ്റിൻ്റെ മേലേക്കൊന്നും കയറൂല കേട്ടോ. സാധാരണ എനിക്ക് എന്തോ തിരിച്ചിറങ്ങാൻ പറ്റൂല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. പിന്നെ ഇവർ പറഞ്ഞു നിങ്ങൾ മേലെ കയറി കണ്ടോളി, വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇടൂലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നിങ്ങൾ റീൽസൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയതാണ്. കണ്ടോ, ഇത് ഏറ്റവും ടോപ്പിൽ കയറി നിന്നിട്ടുള്ളതാണ്. സൈഡിൽ കാണുന്നതാണ് വേറൊരു ട്രീ ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് ദൂരം വരെ കാണാം. ഒരുപാട് കൃഷി സ്ഥലങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റും. എനിക്ക് ഇത് കയറി പോവുക എന്നുള്ളതിനേക്കാട്ടിലും എനിക്കൊരു ടാസ്ക് ആയിട്ടുള്ളത് തിരിച്ചിറങ്ങുക എന്നുള്ളതാണ്. കണ്ടോ, ഒരു കുത്തനുള്ളൊരു കോണി പോലെയാണ് അവിടെ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ, സിമെൻ്റ് കൊണ്ട്. മക്കളെ പിന്നെ ഇറക്കി വെക്കാൻ അത്ര പ്രശ്നമില്ല. ഇവിടെ നാട്ട് എടുത്തു കൊടുത്താൽ അവിടുന്ന് താഴെ നിന്ന് പിടിക്കാനേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെറിയൊരു ഹൈറ്റ് ആണെങ്കിൽ ഞാൻ താഴേക്ക് നോക്കൂല. അത്രയ്ക്കും എനിക്കെന്തോ ഒരു മെൻ്റലി ഒരു പ്രശ്നം വരുന്നൊരു സംഭവമാണത്. പണ്ടൊക്കെ ഞാൻ മരത്തിൻ്റെ മുകളിൽ മാവിൻ്റെ മേലെയൊക്കെ കയറി നടന്ന ആളാണ്. പക്ഷേ ഇപ്പം എനിക്കെന്തോ ചെറിയ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു കാര്യത്തിന്. അപ്പോൾ അതുകൊണ്ട് പേടിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയതൊക്കെ. അവിടെ ഉള്ളത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കാണ്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സീസോ ഉണ്ട്, ഇങ്ങനെ കറങ്ങണ ഈ ഒരു സാധനം ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതുണ്ട്.
പിന്നെ അവിടെ ഒരു ബോട്ടുണ്ട്, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ സ്പെൻഡ് ചെയ്ത ബാക്കി വീഡിയോയുമായിട്ട് നാളെ വരാം കേട്ടോ.